ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആയിട്ടോ വന്നത്. അപ്പോൾ ആദ്യം തന്നെ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് കറിയായിട്ട് ചക്കക്കുരു ആട്ടോ ഉള്ളത്. ചക്കക്കുരു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചക്കക്കുരു ഒക്കെ തോലൊക്കെ പോക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിയായിട്ട് പച്ചക്കായ് ഉപ്പേരിയ വെക്കാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്ന കേട്ടോ, ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. പിന്നെ മീൻ മുളേഷൻ, അത് നമ്മൾ ആന ചവിട്ടിയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണെന്ന് പറയാമെന്നറിയില്ല. മാങ്ങ ഇട്ടാട്ടോ ആന ചവിട്ടി വെക്കുന്നത്. അപ്പോൾ അരിക്ക് വെള്ളം കാഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ തിളക്കൂല കേട്ടോ, ഒന്ന് കാഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കും. പിന്നെ അവിടെ നിന്ന് തിളക്കുകയും വേവുകയും ഒക്കെ ചെയ്തോളും. നമ്മൾ ഗ്രാമത്തിൽ താമസിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചക്കേക്കുള്ള കറിക്കുള്ളതും പേരിക്കുള്ളതും ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകും. ചക്കക്കുരുവായിട്ടും കർമൂസയായിട്ടും പച്ചക്കായിട്ടും മാമ്പ് കാമ്പ് ഒക്കെ ഇട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ വാങ്ങിക്കേണ്ടേയില്ല. ഇതൊക്കെ തന്നെയാണ് നല്ലത്, വളമിടാത്ത ഐറ്റംസൊക്കെ. അപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അത് വാർത്ത് പിന്നെ നമ്മൾ ചക്കക്കുരു മഞ്ഞളും മുളകൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ ചക്കക്കുരു വെന്ത് വരാൻ. അപ്പോൾ അടുപ്പത്തുനിന്ന് വെന്ത് വരുമ്പോൾ ഒരു ടേസ്റ്റ് അധികമായിരിക്കും നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്നതിനേക്കാളും. അപ്പോൾ വെന്ത് വന്നിട്ട് ചക്കക്കുരു ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു മാങ്ങയും കൂടി കറി വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിലേക്ക് തേങ്ങ ഉള്ളിയും ജീരകവും അരച്ചത് കൂടി ചേർത്താൽ ചക്കക്കുരുവിൻ്റെ പണി ഏകദേശം കഴിയും. ചക്കക്കുരു കൂട്ടാനും കൂട്ടി ചോറ് കഴിക്കാം, പ്രത്യേക ഒരു ടേസ്റ്റാണ്. മീൻ മുളേശനുണ്ടെങ്കിൽ പൊളി. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചക്കക്കുരു കറിയിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് വറവിട്ടെടുക്കട്ടോ. ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും കരിവേപ്പിലയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്ക്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരും അതിലിട്ട് ഒന്ന് മിക്സാക്കി തിളച്ചാൽ ചക്കക്കുരു കറി റെഡി. നമ്മളെ വീട്ടിലും ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടംപോലെ ചക്ക കിട്ടും കേട്ടോ. അപ്പോൾ ചക്ക സീസൺ ആയാൽ ഒരു 11 മണിക്ക് അങ്ങനെ ചക്കപ്പുഴുക്ക്, ഉച്ചക്ക് ചക്കക്കുരു കറി, പിന്നെ പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ വൈകുന്നേരം ചായക്കൂട്ടാൻ പഴുത്ത ചക്ക, ഇതൊക്കെ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ അടുത്താക്കുന്നത് കായുപ്പേരിയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കായ് കടുകും കരിവേപ്പിലയിട്ട് ഒന്ന് വെന്ത് വന്നിട്ട് നമ്മൾ ചമ്മന്തി പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചമുളക് ഇട്ട് പൊടിച്ചാലേയില്ല, സാദാ മുളകും ഉള്ളിയും ഒക്കെ ഇട്ട് പൊടിച്ചാലേയില്ല. അപ്പോൾ ഞാൻ ചുവന്ന മുളക് ഇട്ടാ ചമ്മന്തി പൊടിക്കുന്നത്. അപ്പോൾ ചക്കക്കുരു ഉപ്പേരി റെഡി. ഇനി നമ്മൾ അടുത്ത പണി മീൻ മുളേശൻ ആക്കലാട്ടാ. മീൻ കറി എന്നായിരിക്കുങ്ങളൊക്കെ പറയാം, നമ്മൾ മീൻ മുളേശൻ എന്നാട്ടാ പറയാം. അപ്പോൾ കുടുക്കടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് കൊടുക്കും. നമ്മളിങ്ങനെ ചട്ടിയിൽ അടുപ്പത്ത് നാക്കുന്ന കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അതിന് പ്രത്യേക ടേസ്റ്റ്. നമ്മൾ ഗ്യാസ് അടുപ്പിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ആക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി അല്ലേ ചട്ടിയിലൊക്കെ ആക്കുമ്പോൾ. അപ്പോൾ തക്കാളിയും കരിവേപ്പിലയും ഒക്കെ വാടി വന്നപ്പോൾ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി. അതിനുശേഷം നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് പുരട്ടി വെച്ച മീനും കൂടി ഇതിലിട്ട് കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്ത് അവിടെ നിന്ന് വറ്റി വന്നാൽ മീൻ മുളേശനും റെഡി ആവും കേട്ടോ. നല്ല വറ്റിയിട്ടാ നമ്മൾ മീൻ മുളേശൻ എടുക്കുക. ചാറ് കുറവായിരിക്കും, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അടുപ്പത്ത് നല്ലോണം വറ്റിയാൽ പൊളിയായിരിക്കും. കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ആന ചവിട്ടി മുളേശനും റെഡി. നമ്മുടെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി ലഞ്ച് കഴിക്കുന്നത് നിങ്ങൾ കാണാൻ പോകുന്നത്. 2 സ്പൂൺ ചോറിടുക, ചക്കക്കുരു കറി, മീൻ മുളേശൻ, ഉപ്പേരി, മാങ്ങ ഉപ്പിലിട്ടത്, ഇതൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന ബിരിയാണിയും ചൂടാക്കി തിന്ന് ഫസ്റ്റ് ടൈം ആട്ടാ ഇങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു ഊണ് കഴിക്കുന്നത്. നമുക്ക് ചിക്കനും ബീഫും ഒക്കെ കൂട്ടി കുറേ കഴിച്ചാൽ നമുക്ക് മടുക്കൂലേ. പക്ഷേ ഇതുപോലെ ഊണ് കഴിച്ചാൽ നമുക്കൊരിക്കലും മടുക്കൂല. കുറേ വിഭവങ്ങളൊന്നും വേണമെന്നില്ല, ഒരു പച്ചക്കറിയും മീൻ മുളേശനും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മതിയില്ലേ, പൊളിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.